shall consider the next question. Fourth, write the following sets in set builder form. 3, 6, 9 and 12. Set 3, 6, 9 and 12. എന്താണ് ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത? 3, 6, 9 and 12 are the multiples of 3. എന്താണ് ടേബിള്? 1 into 3 3 ആണ്, 2 into 3 6 ആണ്, 3 into 3 9, 4 into 3 12. So they are the multiples of 3. അപ്പോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? It is the set of all x such that x is a multiple of 3. Is that correct? Multiple of 3 എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത നമ്പർ നോക്കിയേ, 3, 6, 9, 12. അടുത്ത നമ്പർ ഏതായിരിക്കും? 15. പക്ഷെ 15 ഈ സെറ്റിനകത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്കിതിനെ x is a multiple of 3 എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. മനസ്സിലായല്ലോ? ഏതിൻ്റെയൊക്കെ മൾട്ടിപ്പിൾ ആണ്? മൾട്ടിപ്പിൾ ഓഫ് 3 പല രീതിയിൽ നമുക്ക് പറയാം. മൾട്ടിപ്പിൾ ഓഫ് 3 അപ് ടു 12 എന്ന് പറയാം, അല്ലെ മൾട്ടിപ്പിൾ ഓഫ് 3 ലെസ് ദാൻ 13 14 15 ഒക്കെ പറയാം. 15 താഴെയുള്ള മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറയാം. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു രീതി എന്ന് പറയുന്നത് x is a multiple of 3 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3 into n. ഇതാണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രീതി. x is equal to 3n where x equal to 3n where n equal to 1, 2, 3 and 4. 1, 2, 3 and 4. Is it clear? X is the set of it is the set of all x's that x equal to 3n where n equal to 1, 2, 3 and 4. ഇനി 1, 2, 3 and 4 എന്ന് പറയുന്നത് 4 മോളോട്ട് മാത്രം നമ്മൾ എഴുതാം അല്ലേ? നമുക്ക് വേണമെങ്കിൽ എഴുതാം n is a natural number less than 5. 5 താഴെയുള്ള ഒരു നാച്ചുറൽ നമ്പർ ആണല്ലോ 1, 2, 3, 4. അപ്പോൾ നമുക്ക് ഇത് എഴുതാം where n is a natural number. നാച്ചുറൽ നമ്പറിനെ സൂചിപ്പിക്കുന്ന n അല്ലേ? ഞാൻ തൽക്കാലം സിമ്പിൾ ആയിട്ട് എഴുതുന്നുള്ളൂ കേട്ടോ. where n is a natural number less than 5. Is it okay? It is the set A is the set of all x's that x equal to 3n where n is a natural number less than 5. Is it clear? Then we shall take the next question. Question number 2. 2, 4, 8, 16, 32. എന്താണ് ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത? നിങ്ങൾക്കറിയാം. 2 അടുത്ത നമ്പർ കിട്ടാൻ 2 കൊണ്ട് ഗുണിച്ചു, നെക്സ്റ്റ് വീണ്ടും 2 കൊണ്ട് ഗുണിച്ചു, 2 into 2 4, 4 into 2 8, 8 into 2 2. ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? x is a multiple of 2 അല്ലേ? 2ന്റെ മൾട്ടിപ്പിൾ ആണ്. 2നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ്? 2 കൊണ്ട്. അപ്പോൾ ആദ്യത്തേനെ നമുക്ക് വേറെ രീതി പറയാം. ഇറ്റ് ഈസ് 2 raised to 1. 2നെ ഒരു തവണ മൾട്ടിപ്ലൈ ചെയ്തു, 2 2 തവണ മൾട്ടിപ്ലൈ ചെയ്തു, 2 3 തവണ മൾട്ടിപ്ലൈ ചെയ്തു, 2 4 തവണ, 2 5 തവണ. അവിടെ കൊണ്ട് തീരുകയാണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് പറയാം x is the set of 2 raised to. 2 raised to എന്താണ്? 2 ഇവിടെ എല്ലായിടത്തും 2 കോമൺ ആണ് അല്ലേ? raised to എന്നുള്ള നമ്പർ ആണ്, അതായത് ഇതിന്റെ പവർ ആണ്. ഇതിന് കൃത്യമാണ് മാറുന്നത്.
1, 2, 3, 4 and 5. അപ്പോൾ ഈ പവർ 1 മുതൽ 5 വരെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പറയാം 2 raised to n, where n is a natural number less than 6. നമ്മൾ നേരത്തെ എഴുതിയ ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ പറയുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എഴുതിയത് പോലെ ഈ ക്വസ്റ്റ്യൻ എഴുതാം. A is the set of all x such that x is equal to 2 raised to n, where n is a natural number less than 6. Is it clear? Then third question, അത് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുന്നതാണ്. Third question, 5, 25, 125, 625. അത് ഞാൻ ഇപ്പോൾ എഴുതിയ രീതിയിൽ തന്നെ നിങ്ങൾ എഴുതി തരാം. ഇതിന്റെ പ്രത്യേകത എന്താണ്? 5 25 എന്ന് പറഞ്ഞാൽ 5 into 5, അതായത് 5 square. 125 എന്ന് പറഞ്ഞാൽ 5 square into 5. 625 എന്ന് പറഞ്ഞാൽ 5 square into 4, അതായത് 5. അപ്പോൾ നമുക്ക് ഇതിനെ ഈ രീതിയിൽ എഴുതാം. സെറ്റ് 5 raised to 1, 5 raised to 2, 5 raised to 3 and 5 raised to 4. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും? 2 raised to n എഴുതിയ പോലെ തന്നെ ഇവിടെ നമുക്ക് ഏത് എഴുതാൻ പറ്റും? 5 raised to n, where n is a natural number less than, ഇവിടെ ഏത് വരെ ഉണ്ട്? 4 വരെ ഉണ്ട്. അപ്പോൾ നമുക്ക് less than 5. Is it clear? The next question, 2, 4, 6 etc. 2, 4, 6 നമുക്ക് അറിയാം. 2, 4, 6, 8, 10, 12 ആ രീതിയിലുള്ള നമ്പേഴ്സ് നിങ്ങൾക്ക് അറിയാത്ത നമ്പറാണ് ഈവൻ നമ്പർ. അപ്പോൾ നമുക്ക് എഴുതാം x is an even number. ഈവൻ നമ്പർ എന്ന് എഴുതിയാൽ മതിയോ? x is an even natural number. എന്തുകൊണ്ടാണ് ഈവൻ നാച്ചുറൽ നമ്പർ എന്ന് എഴുതാൻ പറഞ്ഞത്? ബിക്കോസ് നെഗറ്റീവ് ഈവൻ നമ്പേഴ്സ് ഉണ്ട് അല്ലേ? -2, -4, -6 എക്സെട്ര ഉണ്ട്. അത് ഇതിനകത്ത് വന്നിട്ടില്ല. സോ അതുകൊണ്ട് നമ്മൾ എഴുതുന്നു x is an even natural number. The next question, 1, 4, 9 etc. എന്താണ് അതിന്റെ പ്രത്യേകത? 1 നിങ്ങൾക്ക് അറിയാം, it is 1 square. 4 എന്ന് പറഞ്ഞാൽ 2 square. 9 എന്ന് പറയുന്നത് 3 square. അങ്ങനെയാണെങ്കിൽ 100 എന്ന് പറയുന്നത് 10 square. ഈ നമ്പേഴ്സ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഇവിടെ ചേഞ്ച് ആവുന്ന നമ്പർ ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലൊക്കെ ചേഞ്ച് ആയത് പവർ ആയിരുന്നു. ഇവിടെ ചേഞ്ച് ആയത് ഏതാണ്? ഇവിടെ ചേഞ്ച് ആയിട്ടുള്ളത് ബേസ് നമ്പർ ആണ്. അപ്പൊ ഈ ബേസ് നമ്പർ ആണ് 1, 2, 3 എക്സെട്ര അപ് ടു 10. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും? n raised to 2, n square എന്ന് എഴുതും. where n is less than 1, 2, 3 up to 10 ഉണ്ട്. അപ്പോൾ n less than 11. n square അങ്ങനെ എഴുതാം. x equal to n square, where n is a natural number less than 11. Is it clear? Clear hello? Then question number 4. List all the elements of the following sets. A is the set of all x such that x is an odd natural number. Odd natural numbers ഏതൊക്കെയാണ്? Natural numbers നമുക്കറിയാം 1, 2, 3, 4 etc. up to infinity. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. അപ്പോൾ odd natural number എന്ന് പറഞ്ഞാൽ 1, 3, 5 etc. ending ഇല്ല. അപ്പോൾ it is the set of odd natural number. Then
x is an integer where x between minus half and 9/2. മൈനസ് ഹാഫ് എന്ന് പറഞ്ഞാൽ മൈനസ് ഹാഫിനും 9/2 ഇടയ്ക്കുള്ള നമ്പേഴ്സ് നിങ്ങൾക്കറിയാം. എക്സ് ഈസ് ആൻ ഇൻറ്റിജർ. അപ്പോൾ മൈനസ് ഹാഫ് കഴിഞ്ഞിട്ടുള്ളത് 0, 1, 2, 3, 4. ഇതിന് കുറച്ച് എക്സ്പ്ലനേഷൻ ചിലപ്പോൾ വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ എന്ന് പറയാം. 9/2 ഈസ് 9/2 എന്ന് പറഞ്ഞാൽ 4.5 അല്ലേ? അല്ലെങ്കിൽ 4 4 and 1/2. അപ്പോൾ അല്ലെങ്കിൽ 4.5 എന്ന് എഴുതാം. എങ്ങനെയായാലും ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 4. അപ്പോൾ ലെസ് ദാൻ 9/2 എന്ന് പറയുമ്പോൾ 9/2 പുറകിലുള്ള നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 4 വരെ എഴുതിയാൽ മതി. അതേപോലെ തന്നെ മൈനസ് ഹാഫ് എന്ന് പറയുന്നത് മൈനസ് ഹാഫ് ഈസ് ഈക്വൽ ടു -0.5. -0.5 മുകളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം -0.5 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെസ് ദാൻ 0. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് വിളിക്കാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കാരണം ആവറേജ് ബിലോ ആവറേജ് ആയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ പ്രയാസമായി വരാം. അങ്ങനെയുള്ള കുട്ടികളെയും നമ്മൾ A+ എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ഫോൺ നമ്പർ നോട്ട് ചെയ്തോളാം, ഫോൺ നമ്പറിൽ വിളിച്ചോളാം. കഴിയുന്നതും നിങ്ങളുടെ ഡൗട്ട് എന്താണ് എന്ന് എൻ്റെ ഫോൺ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. സമയം അനുസരിച്ച് ഞാൻ വിളിച്ചോളാം. 9446957177 ആണ് എൻ്റെ ഫോൺ നമ്പർ. ആ ഫോൺ നമ്പർ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഞാൻ പറഞ്ഞുതരാം. Then third question, C. C is the set of all x such that x is an integer where x square less than or equal to 4. x square less than or equal to 4 എന്ന് പറയുമ്പോൾ x square ആണ് അല്ലേ? സ്ക്വയർ എപ്പോഴും നിങ്ങൾക്കറിയാം പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ ഏതൊക്കെ വരാം? 0, 1, 2, 3, 4 ഈ നമ്പേഴ്സേ വരത്തുള്ളൂ, കാരണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. പക്ഷേ ഇതിനകത്ത് ഏതൊക്കെയാണ് സ്ക്വയേഴ്സ്? x is an integer where x square less than or equal to 4. x square ആണ് ഇതിൽ വരാവുന്നത്. അപ്പോൾ x square ആണ് ഈ വാല്യൂ വരാവുന്നത്. That means ഇത് സ്ക്വയർ ആയിരിക്കണം. ഇതിൽ ഏതൊക്കെ സ്ക്വയർ ഉണ്ട്? 0 is the square of 0, 1 is the square of 1, 4 is the square of 2. അതുകൊണ്ട് x ന്റെ വാല്യൂ ആയിട്ട് വരാവുന്ന ഏതൊക്കെയാണ്? 0, 1 and 4 അല്ല. ഇത് 0 എന്ന് പറയുന്ന ഏതിന്റെ സ്ക്വയർ ആണ്? It is the square of 0, 1 is the square of 1, 4 is the square of 2. നിങ്ങൾ എഴുതുമ്പോൾ വളരെ ശ്രദ്ധിക്കുക, x ന്റെ വാല്യൂ ആണ് എഴുതേണ്ടത്. x is an integer എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ x square അല്ല എഴുതേണ്ടത്. x സ്ക്വയറിന്റെ വാല്യൂ ആണ് ഞാൻ ഇവിടെ കാണിച്ചത് 0, 1 and 4. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ 0, 1 and 2. കാരണം 0യുടെ റൂട്ട് ഏതാണെന്ന് എഴുതുക. √0, √1, √4. Is it clear? √0 എന്ന് പറയുന്നത് 0 തന്നെയാണ് എന്ന് എനിക്കറിയാം. √1 എന്ന് പറയുന്നത് 1 കൂടാതെ തന്നെ -1 ഉണ്ട്. അപ്പോൾ +or-1, അതായത് +1 അല്ലെങ്കിൽ -1. √4 എന്ന് പറയുന്ന 2നെ നമുക്ക് എന്തെഴുതാം? +or-2 എന്ന് എഴുതാം. അപ്പോൾ ഇതിനകത്തെ വാല്യൂസ് എന്ന് പറയുന്നത് 0, +1, +2, -1, -2. ഈ വാല്യൂസിൽ ഇൻറ്റിജർ എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മൾ എല്ലാ വാല്യൂസും എഴുതണം. നമ്മൾ നേരത്തെ സെറ്റിൽ എഴുതിയത് 0, 1, 2 ആണ് എഴുതിയത്. അത് ന്യൂമറിക്കൽ വാല്യൂ മാത്രമാണ് എഴുതിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ 0ക്ക് 0 തന്നെ മതി, കാരണം +0 -0 പറയണ്ട. 1-നാണെങ്കിൽ +1 ഉണ്ട്, -1 ഉണ്ട്.
അപ്പോൾ പ്ലസ് ഓർ മൈനസ് 1 എഴുതാം, അല്ലെങ്കിൽ 1 2 എന്ന് എഴുതാം, +1 +2 എന്ന് എഴുതാം. എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആയിരുന്നു അല്ലേ? എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആയിരുന്നു. അതിൽ നിന്ന് നമ്മൾ എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിച്ചു. 0 1 ആൻഡ് 2. 0 1 ആൻഡ് 2ന് 2 എന്ന് പറയുന്നത് എക്സിന്റെ റൂട്ടാണ്. റൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും പ്ലസ് ഓർ മൈനസ് വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ പ്ലസ് ഓർ മൈനസ് വാല്യൂ വരുന്നുണ്ട്. +1ഉം -1ഉം വരും, +2ഉം -2ഉം വരും. അപ്പോൾ ഈ 5 വാല്യൂസും കൂടെ എഴുതി കഴിഞ്ഞാൽ മാത്രമേ ആൻസർ പൂർണ്ണമാകത്തുള്ളൂ, ഇൻറ്റിജർ. അതേ സമയത്ത് ഇത് നാച്ചുറൽ നമ്പേഴ്സ് ആണ് ചോദിച്ചതെങ്കിൽ നമ്മൾ 1ഉം 2ഉം മാത്രം എഴുതിയാൽ മതി, അതായത് പോസിറ്റീവ്. Is it clear? Is a set of all x such that x is a letter in the word loyal. ഇതൊന്നും നിങ്ങൾക്ക് ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ക്ലാസ്സിൽ നിങ്ങൾക്ക് ക്ലിയർ ആയതാണ്. ലോയലിന്റെ ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? It is the set of L, O, Y, A. അടുത്ത L റിപ്പീറ്റ് ചെയ്യണ്ട. Next, E is the set of all x such that x is a month of year having 31 days. 31 days ഉള്ള മാസങ്ങൾ ഏതൊക്കെയാണ്? Not having 31 days. 31 days ഉള്ള മാസങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ജനുവരി, ഫെബ്രുവരി 28 ദിവസം, മാർച്ച്, ഏപ്രിൽ ഇല്ല, മെയ്, ജൂൺ ഇല്ല, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഇല്ല, ഒക്ടോബർ, നവംബർ ഇല്ല, ഡിസംബർ. നിങ്ങൾക്ക് അറിയാം, അതാണ് 31 days ഉള്ള മാസങ്ങൾ. അപ്പോ 31 days ഉള്ള ചോദിച്ചെങ്കിൽ നിങ്ങൾ അത് എഴുതുക. 31 days ഇല്ലാത്തതെന്ന് ചോദിച്ചെങ്കിൽ അതൊഴികെ ബാക്കി എല്ലാം എഴുതുക. അതായത് ഏതൊക്കെയാണ്? That is the set of ഫെബ്രുവരി വരും അല്ലേ? ഫെബ്രുവരി, മാർച്ച് ഇല്ല, ഏപ്രിൽ, മെയ് ഇല്ല, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 31 ദിവസമാണ്, സെപ്റ്റംബർ, ഒക്ടോബർ 31 ദിവസമാണ്, നവംബർ അല്ലേ? ഇത്രയും മാസങ്ങളാണ് 31 ഡേയ്സ് ഇല്ലാത്തത്, നോട്ട് ഹാവിങ് 31 ഡേയ്സ്. അപ്പൊ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഏതൊക്കെ രീതി ചോദിച്ചാലും അറിയാലോ. മന്ത് ഓഫ് ദ ഇയർ ഹാവിങ് 31 ഡേയ്സ് ചോദിച്ചാൽ ബാക്കിയുള്ള എഴുതുക. മന്ത് ഓഫ് ദ ഇയർ നോട്ട് ഹാവിങ് 31 ഡേയ്സ് ചോദിച്ചാൽ ബാക്കിയുള്ളതൊക്കെ എഴുതുക. F. It is the set of all x such that x is a consonant in English alphabet which precedes K. Which precedes K means which before K. Kക്ക് മുമ്പുള്ള കൺസണന്റ് ലെറ്റേഴ്സ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാം, A B C D up to Z, there are 26 letters. അതിനകത്ത് E I O U എന്ന് പറയുന്ന 5 അക്ഷരങ്ങളാണ് വവൽസ്. ഈ 5 അക്ഷരങ്ങൾ ഒഴികെ ബാക്കിയുള്ളതെല്ലാം കൺസണൻസ് ആണ്. A E I O U. നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് അപ് ടു K ആണ്, precedes K ആണ്. സക്സീഡ്സ് K ആണെങ്കിൽ Kക്ക് ശേഷമുള്ളത്. precedes K എന്ന് പറയുമ്പോൾ K വരെയുള്ളത്. അപ്പോൾ K വരെയുള്ള ലെറ്റേഴ്സ് നമുക്കറിയാം, A B C D E F G H I J K. precedes K എന്ന് പറയുമ്പോൾ Kക്ക് മുമ്പുള്ളതാണ്. അപ്പോൾ K വേണ്ട, J വരെ. ഇതിൽ തന്നെ നമുക്ക് ഏതൊക്കെ ഒഴിവാക്കാം? A ഒഴിവാക്കാം, because A is a vowel. E ഒഴിവാക്കാം, E is a vowel. I ഒഴിവാക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെയാണ് ലെറ്റേഴ്സ് വരിക? B, B C D, then F G H, then J. ഇത്രയും ലെറ്റേഴ്സിനെ നമ്മൾ ഒരു സെറ്റ് ആക്കി എഴുതി കഴിഞ്ഞാൽ it is a consonant in the English alphabet which precedes K. Is it clear? Match the following ആണ്. അവിടെ റോസ്റ്റർ മെത്തേഡ് ഉണ്ട്, സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ടുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ നിന്ന് റോസ്റ്റർ ഫോമിലേക്ക് ചെയ്യുന്നതായിരിക്കും എളുപ്പം എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് കടക്കാം. സെറ്റ് ബിൽഡർ ഫോമിൽ കടക്കുമ്പോൾ 4 ക്വസ്റ്റ്യൻ ഉണ്ട്, A B C D. ഇതിനകത്ത് ഏറ്റവും നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ആദ്യം ചെയ്തോളുക. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ തന്നെ അറിയാം, നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് തോന്നുന്നത് മാത്തമാറ്റിക്സിലെ ലെറ്റേഴ്സ് ആണ്. മാത്തമാറ്റിക്സിലെ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പല എക്സാമ്പിൾസ് ചെയ്താണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആൻസർ ക്ലിയർ ആണ്, കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതില്ല. Then സിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ it is the set of MATHE. ബാക്കി ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, MAT എഴുതിയിട്ടില്ല, ICS. Okay. Then C is the set of all x such that x is a natural number and divisor of 6. 6 എങ്ങനെയൊക്കെ എഴുതാം? 1 into 6
6 ആണ്. 2 into 3 എന്ന് പറഞ്ഞാൽ 6 ആണ്. വേറെ ഏതെങ്കിലും രീതിയിൽ 6 നെ എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പൊ 6 ന്റെ ഡിവൈസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 1, 6, 2, 3. ഇതെല്ലാം നാച്ചുറൽ നമ്പേഴ്സ് ആണോ എന്ന് നോക്കുക. X is a natural number. Natural numbers ആണെങ്കിൽ we can write it is the set C. അപ്പോൾ ഈ ആൻസർ വന്നിട്ടുള്ള സെറ്റ് ഏതാണ്? 1, 2, 3, 6. അപ്പോൾ it is C. It is D. Then A നോക്കി. A is a prime. X is a prime number and divisor of 6. 6 ന്റെ തന്നെ ഡിവൈസർ ആണ്. നമ്മൾ ഈ ചെയ്ത ഇതേ കാര്യമാണ്. പക്ഷേ it is a prime number. 1 ഉം 6 ഉം പ്രൈം അല്ല, 2 ഉം 3 ഉം പ്രൈം ആണ്. അപ്പോൾ ആൻസർ സെറ്റ് 2 and 3. സ്വാഭാവികമായിട്ടും 3 ആൻസർ കിട്ടി. ലാസ്റ്റ് ആൻസർ ബി ആയിരിക്കും അല്ലേ? എങ്കിലും നമുക്ക് നോക്കാം. X is an odd natural number less than 10. ലെസ് ദാൻ 10 ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3 up to 9 ആണ്. ഈവൻ നമ്പേഴ്സ് ചോദിച്ചാൽ 2, 4, 6, 8. അതുപോലെ തന്നെ ഓഡ് നമ്പേഴ്സ് ചോദിച്ചാൽ 1, 3, 5, 7 and 9. എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ലല്ലോ. സോ ഇറ്റ് ഈസ് ആൻസർ ബി. ഇസ് ക്ലിയർ? അപ്പോൾ ഞാൻ പരമാവധി നിങ്ങൾക്ക് ഈ എക്സർസൈസ് സിമ്പിൾ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ടും ആർക്കെങ്കിലും അത് മനസ്സിലാവാണെന്നുണ്ടെങ്കിൽ feel free to contact me. My phone number 944 695 7177. നിങ്ങൾക്ക് എന്നെ വിളിച്ച് ചോദിക്കാം. മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ അടുത്ത ഈ ക്ലാസ്സുകൾ കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് സ്കൂളിലെ പാഠഭാഗങ്ങളുടെ ഒപ്പം പോകാനായിട്ട് നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക്, അതായത് 2ാമത്തെയോ 3ാമത്തെയോ ചാപ്റ്ററിലേക്ക് കടക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മുടെ പാഠഭാഗങ്ങൾ പഠിച്ചു പോകാൻ സൗകര്യമുണ്ട്. എല്ലാവരും നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക. ഓൾ ദി ബെസ്റ്റ്.